ഹായ് എവരി വൺ. ഇന്ന് നമുക്ക് ഇന്റേണൽ റീകൺസ്ട്രക്ഷന്റെ കേസുകളെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? This is actually a reorganization of company's financial structure when the companies are having huge losses for their past years of experience. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കമ്പനി നല്ല ഒരു നഷ്ടം അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കമ്പനി ഡിസോൾവ് ചെയ്യുന്നതിനേക്കാളും നല്ലത് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ്സ് ചെയ്ത് കമ്പനിയെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിന് തന്നെ യൂട്ടിലിറ്റി ഇരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒന്നും അല്ല. ജസ്റ്റ് നമ്മളുടെ കോമൺ സെൻസ് മാത്രം ഒന്ന് മതി. ഇതിന് കുറച്ച് എന്താ പറയുന്നത്, എന്താണ് ഇതിന്റെ റിയൽ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തായാലും കമ്പനിയുടെ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ബാലൻസ് ഷീറ്റിൽ നഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ളത് ആദ്യമേ നോക്കുക. അതായത് എലിമിനേറ്റിംഗ് കമ്പനീസ് ലോസ് ഫ്രം സ്റ്റേക്ക് ഹോൾഡേഴ്സ് അക്കൗണ്ട്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന നഷ്ടങ്ങള് കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ചെറിയ എമൗണ്ട്, അവര് വേണ്ടാന്ന് വെക്കുന്ന എമൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നഷ്ടത്തിനെ ഇല്ലാതാക്കുകയാണ്. അപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസകളെല്ലാം, ഫണ്ടുകളെല്ലാം സ്പെസിഫിക് റിസർവ് എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിന് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് എന്നുള്ള പേരിലാണ് പറയുന്നത്. ക്യാപിറ്റലിൽ കുറവ് വരുത്തുകയാണ്. അപ്പൊ ഇതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകിച്ച് കാണാതെ പഠിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ലോജിക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം മോഡേൺ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പറയുന്നത് അസറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറയണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസുകളോ ലോസുകളോ ഉണ്ടെങ്കിൽ അത് കൂടണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, അത് കുറയണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റീസും ക്യാപിറ്റലും ഇൻകത്തിനും കുറവ് വരണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, കൂടണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ആ ഒരു ലോജിക്ക്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന്റെ, ജേണൽ പ്രിൻസിപ്പിളിന്റെ ലോജിക്ക് മാത്രമാണ് ഇവിടെ. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു കേസിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഫണ്ട് കുറയുകയാണ്. സോ വാല്യൂ ഓഫ് ക്യാപിറ്റൽ ഓർ ലയബിലിറ്റീസ് മേ ഡിക്രീസിങ്, ഹെൻസ് സച്ച് അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ആൻഡ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഓർ യുവർ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട്. ലോസും ഇൻടാഞ്ചിബിൾ അസറ്റും, പിന്നെ ഏതെങ്കിലും അസറ്റിന്റെ വാല്യൂ കുറയാൻ, ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിക്രീസ്. കറന്റ് അസറ്റിന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ നമ്മൾ ഡിക്രീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് പറയുന്നത്. ഫിക്സ്ഡ് അസറ്റിന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ. ഇതിനെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്താലാണ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കുറയണമെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയണം. കറസ്പോണ്ടിങ് ഡെബിറ്റ് എന്ന് പറയുന്നത്, ക്രെഡിറ്റ് അല്ല, ഐ എം സോറി, കറസ്പോണ്ടിങ് ഡെബിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലാണ്. അപ്പൊ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് അറ്റഡ് ടു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയും. ദെൻ ഇഫ് വാല്യൂ ഓഫ് അസറ്റ് ഇൻക്രീസസ്, ചില കേസിൽ നമുക്ക് അസറ്റിന്റെ വാല്യൂ കൂടും. ഞാൻ പറഞ്ഞ അസറ്റ് വാല്യൂ കൂടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. വാല്യൂ ടു ബി ഡെബിറ്റഡ് ആൻഡ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. അപ്പൊ ഈ ഒരു ലോജിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഈ പറയുന്ന ഇന്റേണൽ റീകൺസ്ട്രക്ഷന്റെ ക്യാപിറ്റൽ റിഡക്ഷന്റെ കേസ് വരുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പൊ നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം. ഒന്ന് രണ്ട് എക്സാമ്പിൾ. ആദ്യത്തെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടുന്നതായിരിക്കും. നമുക്ക് ആദ്യം ഒരു ചെറിയ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Following scheme of reconstruction has been approved for Manco Limited. The shareholders to receive in lieu of their present holdings of 50,000 shares of rupees 10 each. അതായത് 50,000 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 10 രൂപ പ്രകാരം 5 ലക്ഷം രൂപ. അവർക്ക് 2/5 തുല്യമാകുന്ന രീതിയിൽ എക്വിറ്റി ഷെയർ കൊടുക്കും. പുതിയ എക്വിറ്റി ഷെയർ കൊടുക്കുന്നു. ക്ലിയർ? അപ്പം അതിന്റെ 2/5 എന്ന് പറയുമ്പോൾ 2/5 എന്ന് പറയുമ്പോൾ 5 ലക്ഷത്തില് 2 ലക്ഷം രൂപയാണ് പുതിയ ഹോൾഡിംഗ് ആയിട്ട് വരുന്നത്.
അവർക്ക് തന്നെ 10% പ്രിഫറൻസ് ഷെയർസ് ഫുള്ളി പേ ടു ദി എക്സ്റ്റെന്റ് ഓഫ് 1/5 ഓഫ് ദി എബോ ന്യൂ ഇക്വിറ്റി ഷെയർ. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് എബോ ന്യൂ ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞിരിക്കുന്ന 2 ലക്ഷം രൂപയുടെ ഷെയർ ആണ്. അല്ലാതെ ഇവിടെ തന്നിരിക്കുന്ന 5 ലക്ഷം വെച്ച് നിങ്ങൾ ചെയ്യരുത്. അവിടെ വരുന്ന അങ്ങനെ എടുത്ത് ചെയ്ത് തെറ്റിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞു ഈ 2/5 എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അതിന്റെ 1/5 എന്ന് പറയുന്നത് 40,000 ആണ്. ഇനി 60,000 രൂപയുടെ 14% സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് കൊടുക്കുന്നു. അപ്പൊ മൊത്തം എത്രയാണ്? ഈ 5 ലക്ഷം രൂപയുടെ ഷെയർ ഹോൾഡർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ പുതിയ ഇക്വിറ്റി ഷെയറും അതിന്റെ 1/5 എന്ന് പറയുന്നതിന് ഈക്വലായ 40,000 രൂപയുടെ പ്രിഫറൻസ് ഷെയർസും പിന്നെ ഒരു 60,000 രൂപയുടെ സെക്യൂർ ഡിബഞ്ചേഴ്സും നിങ്ങൾക്ക് തരുന്നു. മൊത്തം 3 ലക്ഷം രൂപ. അപ്പം ബാക്കി വരുന്ന 2 ലക്ഷം രൂപ ഏത് അക്കൗണ്ടിലോട്ടാണ് മാറേണ്ടത്? ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. ഇവിടെ അടുത്താണ് ഇഷ്യൂ ഓഫ് 50,000 12% ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് വാസ് മെയ്ഡ് ആൻഡ് അലോട്ടഡ്. അതിന്റെ ക്യാഷ് കിട്ടിയിട്ട് പറയാം. ഇതൊരു ജസ്റ്റ് ഒരു എൻട്രി എഴുതി പോകാൻ മാത്രമേ ഉള്ളൂ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 12% ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു എൻട്രി മാത്രമാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഇനി നമുക്ക് 2 ലക്ഷം രൂപ കിട്ടിയതിനകത്ത് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. ആ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഗുഡ്വില്ലിന്റെ വാല്യൂ 3 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷമായിട്ട് കുറച്ചു. അങ്ങനെയാണെങ്കിൽ അത് 1.5 ലക്ഷം രൂപ ഗുഡ്വില്ല് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി 1 ലക്ഷത്തിൽ നിന്ന് 75,000 കുറച്ചെങ്കിൽ 25,000 രൂപയാണ് ആ ഗ്യാപ്പ് കിട്ടുന്നത്. അപ്പോൾ 1.25 ഇനി നമുക്ക് 25,000 രൂപയുടെ ഉള്ളൂ. ദെൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് 1,70,75,000 1,50,000 കുറച്ചു. അപ്പൊ അവിടെ 25,000. സോ മൊത്തം 2 ലക്ഷം രൂപ ഉപയോഗിച്ച് ക്യാപിറ്റൽ റിഡക്ഷൻ നടത്തുകയാണ്. നമുക്കപ്പോ ഒന്ന് എൻട്രി എഴുതിപ്പോ. ആദ്യം ഈ കേസിന്റെ എൻട്രി ആണ് 5 ലക്ഷം രൂപയുടെ ഓൾഡ് ഷെയർ ക്യാപിറ്റൽ. ഡേറ്റ് ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓൾഡ് equity share capital account debtor വാല്യൂ കൂടെ നമുക്ക് എഴുതിപ്പോ. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് കംഫർട്ടബിൾ ആകാൻ സാധ്യതയുള്ളത് കേട്ടോ. 5 lakh. ഇനി ഇതിന്റെ പുതിയ ക്ലാസ് നമുക്ക് തരുന്നത് 2 ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 2 ലക്ഷം. എങ്ങനെ 2 ലക്ഷം വന്നത്? 2/5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ 2 പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസിന്റെ റേറ്റ് നോക്കിയാൽ 10% പ്രിഫറൻസ് ഷെയർസ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഏതിന്റെയാണ്? ഈ 2 ലക്ഷത്തിന്റെ 1/4 ആണ്. അത് വേണേ ഞാൻ ഒന്ന് 1/5 ആണ്. 1/5 ഓഫ് 2 lakh. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. എത്ര വന്നു? 40,000. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? 14% സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? 60,000 രൂപയ്ക്കുള്ളത്. സോ 2 ഡിബഞ്ചേഴ്സ് റേറ്റ് എഴുതണം. 14% സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് അങ്ങനെ തന്നെ എഴുതാം കേട്ടോ. 60,000. അപ്പൊ ഇവിടെ 2, 40, 60 3 ലക്ഷം രൂപ. ബാക്കി വരുന്ന ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ബാക്കി വരുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റണം. ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. അപ്പം ബാക്കി 2 ലക്ഷം രൂപയാണ് നമ്മൾ മാറ്റുന്നത്. നരേഷൻ നമുക്ക് എന്ത് കൊടുക്കാം? amount transferred
to capital reduction account by shareholders, by equity shareholders. Then അടുത്ത ഇത് പറഞ്ഞിരിക്കുക എന്താണ്, നമുക്ക് an issue of 50,000 rupees, 50,000, 12% ഫസ്റ്റ് ഡിബഞ്ചേഴ്സ്. അപ്പൊ അതിന്റെ പേയ്മെന്റ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എൻട്രി എഴുതാം. ഇനി അല്ലാതെ ഡയറക്റ്റ് എൻട്രി എഴുതി എന്ന് പറഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇത് വേണേ നിങ്ങൾക്ക് അടുത്ത എൻട്രി കൂടെ എഴുതി കഴിഞ്ഞ് എഴുതിയാലും മതിയായിരുന്നു. 50,000 ടു റേറ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് 12% ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് ആണ്. %12 50,000. നറേഷൻ എന്ത് ചെയ്യാം, ഇഷ്യൂ ഓഫ് 12% ഫസ്റ്റ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എൻട്രിയിലേക്ക് പോവാം. ഫസ്റ്റ് എൻട്രി വഴി നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ റിഡക്ഷൻ 2 ലക്ഷം രൂപയുണ്ട്. അത് വെച്ച് നമുക്ക് 3 കാര്യങ്ങളാണ് ഇവിടെ എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെയായിരുന്നു 3 കാര്യങ്ങള്? ഗുഡ്വിൽ ഉണ്ട് 1.5 ലക്ഷം രൂപ, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട് 25,000 രൂപ, ബിൽഡിംഗ് ഉണ്ട് 25,000 രൂപ. അപ്പൊ ഇതിന്റെ വാല്യൂ കുറയണമെങ്കിൽ ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ കറസ്പോണ്ടിങ് ഡെബിറ്റ് വരേണ്ട അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. ഡെറ്റർ നമുക്ക് ടോട്ടൽ 2 lakh ഉണ്ട്. 2 ഗുഡ്വിൽ 1,50,000 ഉണ്ട്. 2 പ്ലാന്റ് ആൻഡ് മെഷീനറി 25,000 ഉണ്ട്. 2 ബിൽഡിംഗ് 25,000 ഉണ്ട്. നറേഷൻ എന്ത് കൊടുക്കാം? അസറ്റ്സ്, ലോസ് ആൻഡ് അസറ്റ്സ് റിട്ടേൺ ഓഫ്. ലോസ് റിട്ടേൺ ഓഫ്, സോറി, ഇവിടെ ലോസ് റിട്ടേൺ ഓഫ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഗുഡ്വില്ലിന്റെ വാല്യൂ ആണ്. അപ്പൊ നമുക്കിവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, അസറ്റ്സ് ആൻഡ് ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ്. അപ്പൊ വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇതിനകത്ത് ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് എൻട്രി തന്നെ ഒരു ചെറിയ ലോജിക് ഉണ്ട്. ഇവിടെ ഈ ഏരിയയിലാണ് നമ്മൾ തെറ്റിക്കുന്നത്. 40,000 പകരം ചാടിക്കയറി നമ്മൾ 1 ലക്ഷം രൂപ എഴുതി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഈ ഇന്റേണൽ റീകൺസ്ട്രക്ഷനകത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഒന്ന് കംഫർട്ട് ആവുകയാണെങ്കിൽ നമുക്ക് ഏത് ലെവൽ വരെ ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്, ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ലോജിക് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ക്യാപിറ്റലും ലൈബിലിറ്റീസും കുറയണമെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുക. അസറ്റിന്റെ വാല്യൂ കുറയണമെന്നുണ്ടെങ്കിൽ ലോസ്, അസറ്റ് ഇതെല്ലാം കുറയണമെന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ. ഒന്നേ നിങ്ങൾക്ക് റീകൺസ്ട്രക്ഷൻ ഉള്ള പേര് വിളിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡക്ഷൻ പറഞ്ഞ പേര് വിളിക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി കുറെ ടെസ്റ്റുകൾ വരും. ഒന്ന് അസറ്റിന്റെ വാല്യൂ കൂടി എന്ന് പറയും. പിന്നെ നിങ്ങൾക്ക് റിഡക്ഷന് പൈസ തികഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫണ്ടിൽ നിന്ന് നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് പറയും.
അതൊക്കെ നമ്മുടെ എന്താ പറയുന്നത് എത്രമാത്രം റിഡക്ഷൻ ആവശ്യമായിട്ട് വരുന്നു. ഇവിടെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കിയാൽ നമുക്കിവിടെ മിനിമം റിഡക്ഷന് വേണ്ട എമൗണ്ട് ഈ പറയുന്ന 3 ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിനുള്ള പൈസ ഇതുവഴി കിട്ടിയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. എക്സസ് വന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അതല്ല ഏതെങ്കിലും അസറ്റുകൾ വീണ്ടും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ പറയുന്ന അനുസരിച്ച്, ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു പോകാം. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, ബൈ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ കുറച്ചും കൂടെ എന്താ പറയുന്നത് ഒരു ബാലൻസ് ഷീറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ആവും. അത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 ക്വസ്റ്റ്യൻ ഏകദേശം ഒന്ന് വർക്കൗട്ട് ചെയ്ത് അതിന്റെ പാറ്റേൺ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സറണ്ടർ ഓഫ് ഷെയർസിനെ കുറിച്ചും കൂടെ ഒന്ന് നോക്കാനുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു.